നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ ഊർജിതമാക്കി മുന്നണികൾ. മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് വൈകിട്ട് ചേരും. ആര്യാടൻ ഷൌക്കത്തിന്റെയും VS ജോയിയുടെയും പേരുകളാണ് UDF പരിഗണിക്കുന്നത്. സ്വതന്ത്രരുടെ പേരുകൾക്കാണ് LDF-ൽ മുൻതൂക്കം. വിപിൻ സി വിജയും വിശദാംശങ്ങളുമായി. വിപിൻ, അങ്ങനെ രണ്ട് പേരുകൾ എന്ന തരത്തിലേക്കാണോ നിലവിൽ UDF-ൽ കാര്യങ്ങൾ നിൽക്കുന്നത്? VS ജോയ്, ആര്യാടൻ ഷൌക്കത്ത്, അങ്ങനെ ഇതിലേത് പേരിലേക്ക് ആകും ഒടുവിൽ UDF എത്തുക എന്നുള്ളതാണ് നിർണായകമാകാൻ പോകുന്നത്. എന്തൊക്കെയാണ് UDF-ൽ നടക്കുന്ന കൂടിയാലോചനകൾ? അനുജ, ഇനി എന്ന് വേണമെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാമെന്നിരിക്കെ ഊർജിതമായിട്ടുള്ള തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തന്നെയാണ് മുന്നണികളിൽ ഇപ്പോൾ നടക്കുന്നത്. UDF-നെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ ഉയരുന്ന പേരുകൾ ആര്യാടൻ ഷൌക്കത്ത് അല്ലെങ്കിൽ VS ജോയ് എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. ഈ പേരുകളിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നുള്ളത് ആര്യാടൻ ഷൌക്കത്തിനാണ് നിലവിൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിനൊക്കെ ശേഷമുള്ളൊരു മുൻതൂക്കം ഇപ്പോൾ ഉള്ളത്. എന്നാൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വെച്ച് ഒപ്പം തന്നെ അവിടുത്തെ സാമുദായിക ഒരു സന്തുലിതാവസ്ഥയൊക്കെ വെച്ചുകൊണ്ട് നിലവിൽ അത് VS ജോയ്ക്കൊപ്പം നിൽക്കണം എന്നുള്ളത് ഒരു വിഭാഗം സജീവമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതിനായിരിക്കും ഒരു മുൻതൂക്കം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇന്ന് വൈകിട്ട് നിലമ്പൂരിൽ നടക്കുന്നുണ്ട്. ഈ നേതൃയോഗം അതൊരു സമ്മേളനം തന്നെയാണ്. അപ്പോൾ അതിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അവർക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യൻ ഷൌക്കത്തായാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും VS ജോയ്ക്ക് വേണ്ടിയും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം സജീവമായി തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലും ഇതുതന്നെയാണ് ആവശ്യം. മുസ്ലിം ലീഗിന്റെ പ്രധാനമായ ആവശ്യം നിലമ്പൂർ സീറ്റ് അതെങ്ങനെയും തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ്. ഇപ്രാവശ്യം വിജയത്തിൽ കുറഞ്ഞൊന്നും പറ്റില്ല എന്നുള്ളതാണ് UDF പ്രധാനമായും പറയുന്നത്. മറ്റിടങ്ങളിൽ ഉണ്ടായതുപോലെ തൃക്കാക്കരയിലോ പാലക്കാടൊക്കെ ഉണ്ടായതുപോലുള്ള ഒരു വലിയ വിജയം തന്നെ തീർച്ചയായിട്ടും നിലമ്പൂരിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതാണ്. ആര്യാടൻ ഷൌക്കത്തിന്റെ ഒരു ഗുണമായി പറയുന്ന ഒന്ന് ആര്യാടൻ മുഹമ്മദിനുണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ആ നാട്ടിലുള്ള ഒരു ബന്ധം അത് ആര്യാടൻ ഷൌക്കത്തിന് ഗുണമായി മാറും. മറ്റൊന്നുള്ളത് അദ്ദേഹം ഒരു മറുകണ്ഠം ചാടുമെന്നൊക്കെയുള്ള ചർച്ചകൾ പല ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമുള്ള ചർച്ചകൾക്ക് ഊഹാപോഹങ്ങൾക്കൊക്കെ തടയിടുക എന്നുള്ളത് കൂടിയാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. LDF-നെ സംബന്ധിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് PV അൻവർ മറുകണ്ഠം ചാടിയ ഒരു സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ പരീക്ഷിക്കാം എന്നുള്ളതിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് PV അൻവറിന്റെ പിന്തുണ വേണമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു. PV അൻവർ ഈ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് നിർണായകമാകുമോ? അദ്ദേഹം ആര്യാടൻ ഷൌക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് വിരളമല്ലേ? മുൻപൊക്കെ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെയുള്ള കൂടിയാലോചനകൾ കൂടി വരും ദിവസങ്ങളിൽ നടക്കുമോ? ആദ്യഘട്ടത്തിൽ VS ജോയി മത്സരിക്കുകയാണെങ്കിൽ താൻ അകമഴിഞ്ഞിട്ടുള്ള എല്ലാ സഹായവും ഉണ്ടാവും എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടുകൂടി തന്നെ VS ജോയിക്കാണ് PV അൻവറിൻ്റെ ഒരു പിന്തുണ എന്നുള്ള രീതിക്കുള്ള ചർച്ചകളും അത്തരത്തിലുള്ള നിഗമനങ്ങളും ഒക്കെ എത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ആരായാലും തനിക്ക് കുഴപ്പമില്ല, ആര്യാടൻ ഷൌക്കത്ത് ആയാലും താൻ പിന്തുണയ്ക്കും എന്നുള്ളത് PV അൻവർ തന്നെ അത് മാറ്റുകയും ചെയ്തു. പക്ഷേ ആർക്കായിരിക്കും വിജയസാധ്യത എന്നതിനെ സംബന്ധിച്ച് താൻ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട PV അൻവർ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു പേര് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആരുടെ പേരാണ് എന്നുള്ളത് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല. ആരായാലും തൻ്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ UDF-ൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുമോ, UDF-ന്റെ മുന്നണിയാകുമോ എന്നുള്ള ഒരു ചർച്ച കൂടിയാണ്. അത് ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഉണ്ടാവുമോ, അത് അതിന് ശേഷം ഉണ്ടാവുമോ എന്നുള്ളതാണ്. PV അൻവർ സഹകരിക്കും, തങ്ങളുടെ UDF-നൊപ്പം ഉണ്ട് എന്നുള്ളത് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതൊപ്പം തന്നെ നിലപാട് കുറച്ചുകൂടി മയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വീകാര്യൻ ആണ് എന്നുള്ളത് പ്രഖ്യാപിക്കുക കൂടിയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും UDF-ന്റെ ഭാഗമാകുമോ തിരഞ്ഞെടുപ്പിന് മുൻപ് എന്നുള്ളതിന് കോൺഗ്രസിന് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. അക്കാര്യത്തിൽ പറയുന്നുമില്ല. അപ്പോൾ PV അൻവർ പറയുന്ന പേരിനായിരിക്കും മുൻതൂക്കം. കാരണം വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ കോൺഗ്രസോ മുസ്ലിം ലീഗോ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ലീഗ് അത്രയും കടുംപിടുത്തത്തിലാണ്. അവിടെ ഒരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കണം, അതിന് എല്ലാവരുടെയും ഒരു പിന്തുണ ആവശ്യമാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഈ കാര്യത്തിലെടുക്കുന്ന ഒരു തീരുമാനമുള്ളത്. അപ്പോൾ ആ രീതിയിലായിരിക്കും. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ വിഷയത്തിൽ നിന്ന് വിവാദങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് LDF-ന് ഗുണമായി മാറുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പോലും കൂടിയാലോചനകളിലേക്ക് പോയാൽ ചില പേരുകൾ, 3 പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് മത്സരിച്ച സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് എല്ലാവരും. ഒപ്പം തന്നെ U ഷറഫ് അലിയുടെ പേര് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 പേരുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണോ നടക്കുക, അതോ മറ്റേതെങ്കിലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയുടെ എൻട്രിക്ക് സാധ്യതയുണ്ടോ? വിപിൻ,
ഇപ്പോഴും അതിലൊരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചകളിലേക്ക് എത്തിയിട്ടില്ല. യു ഷറഫ് അലിയുടെയൊക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നതിന് അപ്പുറമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ പറയുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു പക്ഷേ പാലക്കാടൊക്കെ സംഭവിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു അന്തിമ ലിസ്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 4-5 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഡിവൈഎഫ്ഐയുടെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഇപ്പോൾ ലിസ്റ്റിലുണ്ട്. പക്ഷേ അതിലൊരു വലിയ കൂടിയാലോചനകളിലേക്ക് LDF ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധ്യത, അതായത് ഒരു വിജയ സാധ്യതയുള്ള ആളുകൾ, അത് സ്വതന്ത്രന്മാരാണെങ്കിൽ പോലും അവിടെ ഒരു സ്വാധീനമുള്ള നിലമ്പൂർ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആളുകളുടെ പേരുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ LDF ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. എന്തായാലും അവിടെ നേതൃയോഗവുമായി UDF ഇതിനോടകം തന്നെ കളന്നിറങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഘടകം. LDF-ലും UDF-ലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂടിയാലോചനകൾ വളരെ തിരക്കിട്ട് തന്നെ നടക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത്, VS ജോയ് എന്ന 2 പേരുകൾ UDF ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്വതന്ത്രരുടെ പേരുകൾക്കാണ് LDF-ൽ മുൻതൂക്കം. ആരിലേക്കാകും എത്തുക എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം.